ഇനി ഒരു പുതുമയുള്ള ഇടിയപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോവാം. ഇത് ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നണതേ മയാവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേരെ കേട്ടോ. ഇത് നല്ല ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു തന്നായിരുന്ന, എന്തോ പാത്രം കഴിയപ്പോഴും എന്തോ ചെയ്തപ്പോ ഇങ്ങനെ വളവും എന്തെങ്കിലും ഇടുവോ, വ്യത്യസ്തമായൊരു ഇടിയപ്പം കേട്ടോട്ടോ. അടുത്തത് വരുന്നു. അടുത്തത് ആവി പറക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു അബദ്ധം ഞങ്ങൾക്ക് എന്റെ സൈഡിൽ നിന്ന് പറ്റിപ്പോയി. അപ്പയുടെ ഫേവറേറ്റ് ഒരു ക്രോപ്പായ റാഗി കൊണ്ടുള്ള ഡിഷ് ഇതുവരെ ഉണ്ടാക്കാത്ത. അതെ, ഓ സോസ്പാന്റെ വായില് തന്നെ ബേസിൻ. ഓ എന്റെ വായിൽ ഇപ്പൊ പേര് പോലും വരില്ല, ഉച്ചയ്ക്ക് മുമ്പേ എല്ലാം മറന്നു പോവാ. ബേസിനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. മെൽറ്റ് ആയിട്ടില്ല കേട്ടോ, ഫ്രിഡ്ജിൽ ഇരുന്നോണ്ടാണ്. അപ്പൊ ഇന്നൊരു വെറൈറ്റി ഇടിയപ്പം ഉണ്ടാക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടം അരിപ്പൊടിയുടെ ഇടിയപ്പം തന്നെയാട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല്യകാലത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്കൂൾ വിട്ട് വരുമ്പോ അവിടെ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഇടിയപ്പവും തേങ്ങാപ്പാലും വൈകുന്നേരത്തേക്ക്. തേങ്ങാപ്പാൽ സ്ഥിരം ഉണ്ടാക്കണം കേട്ടോ, വൈകുന്നേരം കഴിക്കാനായതുകൊണ്ട്. കാലത്തെ ഞങ്ങളൊക്കെ അന്ന് ചോറുണ്ട് വെച്ചാൽ സ്കൂളിൽ പോകണം. ഞങ്ങളുടെ കാലഘട്ടം കഞ്ഞി കുടിക്കേണ്ടവർക്ക് കഞ്ഞി കുടിക്കാം, ചോറുണ്ടണവർക്ക് ചോറുണ്ണാം. ഞാനും അമ്മാച്ചനും ചോറാ ഉണ്ണണേ. അമ്മയും വല്യപ്പച്ചനും ഒക്കെ ചാച്ചാച്ചയൊക്കെ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വൈകുന്നേരം ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് ഈ അരിപ്പൊടിയുടെ ഇടിയപ്പം ആയതുകൊണ്ട് എനിക്ക് അതാട്ടോ താല്പര്യം. എനിക്ക് തേങ്ങാപ്പാലും മതി, ചുമ്മാ തിന്നാനും ഇഷ്ടാട്ടോ അത്. എന്ന് പിന്നെ ഞാൻ ഗോതമ്പിന്റെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവക്ക് വലിയ ഇഷ്ടമാണ് ഗോതമ്പിന്റെ ഇടിയപ്പം. എനിക്ക് അത്ര കണ്ട് താല്പര്യം ഇല്ലാട്ടോ, ഇഷ്ടമാണ്, പക്ഷെ അരിപ്പൊടിയുടെ അത്രയും പറ്റൂല. ഇനി ഒരു പുതുമയുള്ള ഇടിയപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോവാം. ഇത് ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളൊന്ന് തയ്യാറാക്കുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങളായിട്ട് തുറന്ന് സംസാരിക്കാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് അല്ല തുറന്ന് പറയണമല്ലോ. മോശമാണെങ്കിൽ ഞങ്ങൾ പറയൂലേ ഇത് ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പൊ ഞങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ച് ഞങ്ങളുടെ രീതിയിൽ ചെയ്ത് വെച്ച് നിങ്ങളോട് അഭിപ്രായം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം, ഞാൻ അളന്നൊന്നും എടുക്കണില്ല, കുറച്ച് റാഗിയുടെ പൗഡർ ബേസിനിലേക്ക് ഇടുക. സ്വല്പം നെയ്യ് ചേർത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കുമ്പോൾ നെയ്യ് ചേർക്കായിരുന്നു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്തു പിന്നെ ഇന്ന് കുറേ വീഡിയോസിന്റെ പരിപാടിയുണ്ട്. ആ സോസ് പാനിൽ തന്നെ വെള്ളം വേറെ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ വൃത്തിയായിട്ടത് ഇതാക്കി കഴുകി എടുത്തേച്ചു വേണം. ഇതിപ്പോ ഇത് കുഴയ്ക്കാനുള്ളതുകൊണ്ട് ഇത് എന്തായാലും നീറ്റായിട്ട് കഴുകണമല്ലോ. അപ്പൊ ചിലപ്പോ ഗ്രീൻ ടീക്കും ചെറിയ സോസ് പാനായിരിക്കും എടുക്കണം, അപ്പൊ ശരിയാവൂല. ഗ്രീൻ ടീ മീൻസ് അപ്പയ്ക്ക് കുടിക്കാനേ. അപ്പൊ പിന്നെ അത് കഴുകാനുള്ള ടൈം ചിലപ്പോ കുറവായിരിക്കും. പിന്നെ വലിയ സോസ് പാനും ഓരോന്നും ഒക്കെ എടുക്കണം, മടിയാ കഴുകാനേ. അതുകൊണ്ട് ഒതുക്കിയതാ. അപ്പൊ നെയ്യ് ഇതിലേക്ക് ഇട്ട വിഷയമില്ല. അപ്പൊ നമുക്ക് കുറച്ച്, ഞാൻ കട്ട് ചെയ്ത് ശരിയായില്ലല്ലോ. ഞാനിത് ഈ റാഗിയുടെ കുറുക്കല്ലല്ലോ, അങ്ങനെ ആ കുറുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കും. ഇച്ചിരി ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട്. ചിലര് പറയും പോറടിച്ചെന്ന് പറയും, ചിലര് പറയും കുറുക്കെന്ന് പറയും. ഞാൻ പറയും ജെസിയാൻ്റിയാണ് എന്നെ എപ്പോഴും റാഗിയുടെ കഴിക്കാൻ പറയണേ. ഈ വൈകിട്ട് വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് കിട്ടുമെന്നും പറഞ്ഞ എനിക്ക് പണ്ട് പൊടിച്ചു തന്ന ഓർക്കുന്നുണ്ടോ. അപ്പൊ നമുക്ക് ദേ കട്ട് ചെയ്ത് ശരിയാക്കി കുറച്ച് പൊടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇണക്കത്തിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പേരായാലും ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ ഇത് മതിയാവും. വേറെ ഒരു വെറൈറ്റി ഡിഷും കൂടെ നേരത്തെ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, വൈകുന്നേരം ഉണ്ടാക്കണം. അത് മഴയത്ത് കഴിക്കാൻ. ഇത് മഴയത്തൊന്നും കഴിക്കണമല്ല കേട്ടോ, ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കും. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നതേ ഈ രാവിലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എന്തെങ്കിലും കറി, വെജിറ്റബിൾ സ്റ്റൂവോ മുട്ടക്കറി, ഇതിനത്ര കോമ്പിനേഷൻ ആണോന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ കടലക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ ചിലപ്പോൾ നല്ലതായിരിക്കും തോന്നണം. അപ്പൊ ഇനി നമുക്ക് വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട വെള്ളം, തിളപ്പിച്ച വെള്ളം കേട്ടോ, അതെല്ലാവർക്കും അറിയാം. കോഴിക്കോട്ട അട, ഇടിയപ്പം ഇതിനൊക്കെ തിളച്ച വെള്ളം തന്നെ ചേർക്കണം. ദേ ഉപ്പിട്ട വെള്ളമാണ്. കുറച്ച് ഒഴിച്ച് വെച്ച് നമുക്ക് നോക്കാം. ഇങ്ങനെ ഇപ്പം തന്നെ തിളച്ച വെള്ളത്തിൽ കൈ കൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റൂല കേട്ടോ, കൈ പൊള്ളി നാശമായി പോകും. അപ്പം നമുക്കൊന്ന് നനച്ച് വെച്ചേച്ച് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക്, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തണുത്ത് കിട്ടും. തണുത്തല്ല, ചൂടൊന്ന് മയമായി കിട്ടും. അന്നേരം കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഉണങ്ങിയ റോസ്റ്റഡ് റവ ആട്ടോ ഇതാ, അതും പറഞ്ഞേക്കാം. ഞങ്ങൾ മാർജിൻ ഫ്രീന്ന് മേടിക്കുന്നതാണ്, പാക്കറ്റായിട്ട് പൊടിയായിട്ടാണ് മേടിക്കാറ്. ഇനിയിപ്പോൾ വേറെ ഐറ്റം ചെയ്യണമെങ്കിൽ മാർജിൻ ഫ്രീയിൽ തന്നെ റവയൊന്നും പോട്ടെ. ഇത് റാഗി ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ ചോലാട്ട് പുല്ല്, ശരി തനതായ മലയാള ഭാഷ. അപ്പൊ അങ്ങനെയാണ് പറയണത്. ഇപ്പോഴാണ് റാഗി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് നമുക്ക് റാഗി ആയിട്ട് തന്നെ കുറച്ച് അവിടെ നിന്ന് തൂക്കി മേടിക്കാം. അടുത്ത ആഴ്ച നീ ഒരു ഡിഷ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ ഇതിന്റെ, അത് ഉണ്ടാക്കാൻ വേണ്ടി അത് നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ചട്നിയാന്ന് തോന്നണം കഴിക്കണേ അല്ലേ? അതെ ഉണ്ടാക്കാം, അത് കുഴപ്പമില്ല.
ഈ വേനൽക്കാലത്ത് ജിസ്യാൻറ്റിയുടെ വീട്ടിലേ അവിടുത്തെ അപ്പച്ചനുള്ളപ്പം മുതലേ ഇങ്ങനെ ഇത് കുറുക്കുണ്ടാക്കും. ഞാൻ പണ്ട് ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ജെസ്സിയാൻറ്റി ചെന്നപ്പോൾ എൻ്റെ ദൈവം ഒരു പൂണി നിറച്ചുണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. ചെല്ലൂന്ന് പറഞ്ഞായിരുന്നു സ്മിത ചേച്ചി വന്ന സമയത്ത് ഒരു ദിവസം. എന്നിട്ട് കഴിക്കണം പറഞ്ഞു, ഒരു പരിധി കൂടുതൽ എങ്ങനെ കഴിക്കണം. അന്നേരം ജെസ്സിയാൻറ്റി എന്നോട് പറഞ്ഞാട്ടോ, എന്നോട് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അത് ഓർക്കും, അങ്ങ് കഴിക്കണം, ചുമ്മാതെ ഇങ്ങനെ ഇങ്ങനെ തൊട്ടോണ്ടിരുന്നിട്ടല്ല കാര്യം, അങ്ങ് കഴിക്കണോന്ന്. എന്നിട്ട് കുറച്ച് ഞാൻ കഴിച്ച്. പിന്നെ ഞാൻ പറഞ്ഞത് മതി, എനിക്ക് ഇതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പൊ ദേ ഞാൻ കൈകൊണ്ട് കുഴക്കാൻ പോട്ടെ, എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. കാരണം നമ്മൾ ഈ ചൂടുകൊണ്ട് എപ്പോഴും ചെയ്യണതല്ലേ. ദേ കയ്യിൽ ഇച്ചിരി മുറിവ് പറ്റിയത് കൊണ്ട് ബാൻഡേഡ് കെട്ടിയേക്കണതാട്ടോ കയ്യിലിരിക്കണത്. നമുക്കേ അങ്ങ് എറിഞ്ഞ് കുഴക്കാം. കാണിച്ചു തരാം ഞാൻ. നല്ല തിളച്ച വെള്ള ദേ ആയി വെറുക്കണുണ്ടോ? ശരിയാക്ക. നല്ല ചൂടാ, പക്ഷെ നല്ല സ്മെല്ല. അതെ 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 അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടം കൂവയാട്ടോ. കൂവക്കുറുക്കല്ലേ? കൂവ വിരകിയതല്ലേ? കൂവ കുറുക്കെന്നാട്ടോ ഞങ്ങള് പറയണേ. കൂവ വന്നില്ലേടി? ഇല്ല, വന്നിട്ടില്ല. പോസ്റ്റ് മാസ്റ്റർ വിളിക്കുമായിരിക്കും. ഓ പോസ്റ്റലാണല്ലോ അതല്ലേ. ഒന്നുകൂടെ എറിഞ്ഞു പിടിപ്പിക്കാം നമുക്ക്. ഇത് കുഴച്ചേ ഒരു 10 മിനിറ്റ് ഇരിക്കണം. എന്നാലേ സേവനയിലത്. ഇതെന്നാന്ന് വെച്ചാ അങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നണേ. കാരണം ചൂടോടുകൂടി ഇത് ചെയ്യാൻ പറ്റൂല. ഈ അരിപ്പൊടിയൊക്കെ കുഴച്ച് എപ്പോഴും 10 മിനിറ്റ് വെക്കും. അത് എനിക്ക് തോന്നണതേ മയാവാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേരെ കേട്ടോ. ഇത് ഈ ചൂട് വന്ന് ആറി കിട്ടണ്ടേ, ചൂടോടുകൂടി ഇതിലിട്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ അരിപ്പൊടി എപ്പോഴും തെരുമുറയിൽ അമ്മ പറയായിരുന്നു, ഒന്ന് മയ ആയി കിട്ടാനാ കൊച്ചത് കുഴച്ച് വെക്കണേന്ന്. റാഗിയുടെ എനിക്കറിയില്ല, റാഗി മയ ആയിരിക്കും. അല്ലെങ്കിലും നമ്മൾ നെയ്യ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടെങ്കിൽ, നെയ്യ് ചേർത്തില്ലെങ്കിൽ പകരം വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. വെള്ളം തിളപ്പിക്കണ്ട. പക്ഷെ നെയ്യാ നല്ല അല്ല, ടേസ്റ്റ് നെയ്യ് തന്നെയാ. അത് സംശയമില്ലാത്ത കാര്യല്ലേ. നമ്മളിപ്പോ ആ ലുലുന്ന് ഓഫറിന് മേടിച്ച നെയ്യല്ലേ, അതൊന്ന് തീർക്കണം. കാരണം ഓഗസ്റ്റ് ലാസ്റ്റ് വരെയോ ഡേറ്റ് ഉള്ളൂ അല്ലേ. ദൈവം അതെങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. ഞാൻ തീരും, ഇനിയിപ്പോ അധികം ഇല്ല. അല്ല, ഞാനതില്ലേ ചില കറിയെ കൊലത്താൻ അതങ്ങ് ചേർക്കാൻ ഇത് പറ്റുള്ളൂ. ഇനി ഒന്ന് ഒരു പരിപാടി ചെയ്യാനുണ്ട്. ഉപ്പിട്ടോ? ഉപ്പിട്ട വെള്ളത്തിൽ ഉപ്പിട്ടു ഓൾറെഡി. കാണിച്ചു തരാം. അതല്ല കാണിച്ചു തരാം. ഒറ്റയടിക്ക് കയ്യിൽ ഒതുങ്ങൂല, അതാ. ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു തന്നായിരുന്ന, എന്തോ പാത്രം കഴിയപ്പോഴോ എന്തോ ചെയ്തപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ നല്ലതായിരിക്കും, ഇങ്ങനെ തട്ടാതെന്ന്. വളരെ കറക്റ്റാട്ടോ. ഈ കൊട്ടപ്പടിയിലെ അമ്മായിയും മത്സ്യക്കുഞ്ഞും എപ്പോഴും പറയും, കയ്യിൽ വള കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി വെച്ചേച്ചാ ചെയ്യാവോളെന്ന്. ചെറുപ്പം പോലെ ഞാൻ കേൾക്കണതാ അത്. പക്ഷെ ചിലപ്പോൾ ഞാൻ ഒരു വളയൊക്കെ ആയിട്ട് ഇടാറുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഓർക്കൂല്ലേ, വീഡിയോ ഇങ്ങനെ ചെയ്തു വരുമ്പോ വള താഴത്തേക്ക് എടുക്കും. അവർ ഓർപ്പിച്ചതിന് പ്രത്യേകം നന്ദി. അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം. വളയേ ഇടാറില്ല. എന്തെങ്കിലും ഇടുവോ? വളയില്ല, ബാലയില്ല, കമ്മലില്ല. പുറത്തേക്ക് പോകുമ്പോ ഏതാണ്ട് എന്തിനോ വേണ്ടി ചെയ്യും പോലെ ഒരു കമ്മലും ഒരു ഇണ്ണും കഴുത്തേക്കിൽ ഒരെണ്ണം ഇടും. എനിക്കതൊന്നും പോരാ. എനിക്ക് ഇതൊക്കെ മാറി മാറി ഇടണം. പക്ഷെ മാറി മാറി ഇടണം. സാധനം എപ്പോഴും എടുക്കാൻ പോവാൻ മഴ പിടിച്ച പിന്നെ മടിയായതുകൊണ്ട് ചെറുത് ഇവിടെ ഇരിക്കുന്നതൊക്കെ മാറി മാറി ഇപ്പൊ ഇടാൻ പറ്റണോളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എനിക്ക് തരാതെ എപ്പോഴും മാറിയിടണം. ഉള്ളത് ഒരുപാടുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചുള്ള സംഗതികൾ എപ്പോഴും മാറിയിടണം വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ വീട്ടിലിതൊന്നും വെക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞിതൊക്കെ ഉള്ളു. അതൊക്കെ ഞാൻ മാറി മാറി നിങ്ങളെ കാണിക്കും. കണ്ട ചൂടെ ഉള്ളു. ഇപ്പൊ മുട്ടയടിച്ച തല പോലെ ഉണ്ട്. നമ്മുടെ സുനിലിയേട്ടൻ എവിടെയാന്നറിയോ മുടി വെട്ടിക്കണത്? അപ്പുറത്തെ സുനിലിയേട്ടൻ. ഇന്നാളെ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, സുനിലെ നല്ല സ്റ്റൈലായല്ലോ മുടി വെട്ടിയെന്ന്. നമ്മുടെ ജംഗ്ഷനിലുള്ള ആ ബംഗാളികളുടെ ഷോപ്പിലാണ്. നല്ല സ്റ്റൈലായി ചേച്ചിന്ന് പറഞ്ഞ സ്പാ ചെയ്യൂന്നവിടെ. നമുക്കേ ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഞാൻ അടപ്പെടുത്തോണ്ട് വരാം. പ്ലേറ്റ് എടുത്തങ്ങ മൂടാം. ഞാൻ മൂടി വെച്ചേക്കാം. വിളിക്കാട്ടോ. ഓക്കെ. അപ്പ പോവുക. അപ്പ കവറൊക്കെ എടുത്തോണ്ടാ പോണേ. പിന്നെ വേറൊരു കാര്യമുണ്ട് വെച്ചേ, സാധനങ്ങൾ മേടിക്കാനുണ്ട്. പാല് മേടിക്കാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പാലിന് ഞാനൊരു കവർ തന്നേക്കാന്ന് പറയുന്നത് കിടപ്പുണ്ട്. മമ്മിയുടെ കടച്ചക്കൊണ്ടാണുള്ളത്. അപ്പൊ ഇതിലേ ഇറങ്ങുള്ളൂ. പോവാ. സാധനങ്ങൾ മേടിക്കാൻ പോവാ. മഴയ്ക്ക് ടോർച്ച് നോക്കി സ്കൂട്ടർ കണ്ടാ പോണേ. വണ്ടി കൊണ്ടുപോയാൽ ഭയങ്കര പാടാ ഇപ്പൊ പാർക്കിങ്. അതെ അതെ.
നമുക്ക് നോക്കാട്ടോ. ഇങ്ങനെ അനിച്ചോടെ ചേർത്തേച്ച് നോക്കാം. പിന്നെ അല്ലെങ്കിൽ തൊടുവിടാൻ നടക്കേണ്ടി വരുന്നു. കറക്റ്റ് ഒത്തിരി കുത്തി നിറച്ച് വെക്കരുതെന്നേ. ഞാൻ അരിപ്പൊടി ചെയ്യണ പോലെ ചെയ്ത് നോക്കണതാട്ടോ. അരിപ്പൊടിയും ഗോതമ്പൊടിയും ചെയ്യാറുണ്ട്, വൃത്തിയായിട്ട് ആകാറുമുണ്ട്. അത് ഒരു ആവൂന്നുള്ള പ്രതീക്ഷയിൽ ഞെക്കി നോക്കാൻ നമുക്ക് ഏതായാലും. വന്നല്ലോ. കറക്റ്റ് കറക്റ്റ് പോരെ അതിലെ. നല്ല രസം, ഞാഞ്ഞൂട് പോലെ. അത് ചെറിയ ഇതായത് കൊണ്ട് അങ്ങനെ വണ്ണയില്ലാത്ത ഹോൾസ്. നമുക്ക് ഇച്ചിരി തേങ്ങ മീതെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ് ബ്രൗൺ കളറായതുകൊണ്ട് തേങ്ങ ഇടുമ്പോൾ നല്ലതായിരിക്കും. ചെറിയ ഹോളായത് കൊണ്ടാട്ടോ ഇങ്ങനെ നൈസായിട്ട് നൂലിങ്ങനെ വീഴണം. അതെല്ലാവർക്കും അറിയാം. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ട്രിപ്പും കൂടെ വെച്ചേച്ച് നമുക്ക് അടുപ്പിൽ വെച്ചാൽ മതി. അടുത്തേലും കൂടെ വെക്കണം, 2 തട്ട് വെക്കാം. സ്വല്പം തേങ്ങ. ഇപ്പോൾ ഒരു ബ്രൗണിലൊരു വൈറ്റ്നെസ് വരുമ്പോൾ നല്ലതല്ലേ. ഇതേ പോരെ. മതി മതി മതി. ഇനി അടുത്തേലും കൂടെ ഒരു തട്ട് വെച്ചേ. രണ്ടാമത്തെ തട്ടിപ്പ് വരട്ടെ. ഇതിലേക്കൊക്കെ കയറി പിടിച്ചത്. കണ്ണിക്കുളത്തിലെ രുചിച്ചാച്ചൻ്റെ അലനില്ലേ, അലന് ഇടിയപ്പം 1 മാസം 30 ദിവസവും കൊടുത്താൽ ഇഷ്ടമാണ്. അലിയമ്മച്ചി പണ്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, സലിച്ചേച്ചി ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാ ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അവന്. അടയ്ക്കുവാണേ. ഞാൻ ഇങ്ങനെ വെച്ച് അടച്ചുകൊണ്ട് ഇതിന് ഭയങ്കര ചൂടായിപ്പോയി. കുഴപ്പമില്ല, കമത്തി വെച്ച് അടച്ചു. അടച്ചു. ഇനി വേവട്ടെ. 10 മിനിറ്റ് മതിയാവും. ഇന്നത്തേക്ക് നിനക്കുള്ള വലിയ ഇടിയപ്പം തയ്യാറാക്കാം. ഇടിയപ്പം ഒന്ന് ഇഡലിന്നൊക്കെ വയല് വന്നത്. അപ്പൊ അതിവിടെ പിച്ച് വെച്ചേച്ച് ഈ ഭാഗം ക്ലിയർ ആക്കാം. സോസർ എടുത്തോണ്ട് വരാം കേട്ടോ. വ്യത്യസ്തമായ ഒരു ഇടിയപ്പം കേട്ടോട്ടോ. അടുത്തത് വരുന്നു. നേരത്തേക്ക് ചിലപ്പോ ഇതൊക്കെ മുട്ടൂട്ടോ. അതൊന്നും സാരമില്ല. സാഹിത്യ ഭാഷയല്ല കേട്ടോ ഞാൻ വ്യത്യസ്തമായ ഇടിയപ്പം എന്ന് പറഞ്ഞത്. ഇച്ചിരി കുറവുണ്ട്. ആ ഭാഗത്ത് വരിക്കാം. ഏതാണ്ട് തീരാറായിട്ടുണ്ടാവൂതേ. എനിക്കിങ്ങനെ ഒറ്റയായിട്ടിരിക്കുന്ന ഇഷ്ടമായി. എനിക്ക് പലതായിട്ടിരിക്കും. ഇതിപ്പോ നല്ല തടിയനാട്ടോ. തടിയനാ, പൊണപ്പനാ. ഇപ്പൊ വലുത് എന്നെ കൊണ്ട് തീറ്റിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെയല്ലടി, ഇച്ചിരി വേവ് കഴിഞ്ഞടി. ഇച്ചിരി വേവ് ഇതിന് കൂടുതലുണ്ടാവും തടിയനായതുകൊണ്ട്. ഇനി നമുക്ക് അവനെ ഡെക്കറേറ്റ് ചെയ്യാം. പോരെ തേങ്ങ? മതിയല്ലോ. മതി. സോഫ്റ്റായാൽ മതിയായിരുന്നു. അത് സോഫ്റ്റ് ആയിരിക്കും എന്തായാലും. ആവി പറക്കുന്നു. അതെ, സാധനം അയ്യോ ആവി അടിക്കും. ക്യാമറ ഫോണിലേക്ക് ഇതിലടിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറയ്ക്കുക ഫ്ലെയിം. ഞാൻ വെച്ച് എടുക്കുക. വെന്തട്ടുണ്ടോ ഓൾറെഡി കണ്ടാ അറിയാം. ഇത് ഞാനിങ്ങനെ എപ്പോഴും തൊട്ട് നോക്കിയപ്പോ അറിയാം. ഇടുമ്പോ നമുക്ക് പച്ചപ്പൊടിയാണെങ്കിൽ നമുക്ക് അറിയാലോ. അങ്ങനെയാ. ദേ നമുക്ക് എടുക്കാട്ടോ. ദേ വലിയ ആവി പിടിക്കാതെ എങ്ങനെ ഇങ്ങോട്ട് വെക്കാം. അടുത്ത ട്രിപ്പ് ഇങ്ങനെ പോരെ. 2 എണ്ണം റെഡി. നല്ല ആവി പറക്കണ റാഗി ഇടിയപ്പം. അടുത്ത ട്രിപ്പ് അടയ്ക്കുക. അത് വേവട്ടെ. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇതെടുക്കാം. അതെ അതെ. ഇഡലി ഇടിയപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചെയ്യുമ്പോ എപ്പോഴും തവയില് നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും തൂക്കണം. ഞാൻ ഇന്നിപ്പോ അത് ഓരോ കാര്യങ്ങളും അപ്പം അന്നേരം സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങണം. മഴയ്ക്ക് മുമ്പ് ബുക്കിൽ എഴുതി തരാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടുപോയി തവയില് വെളിച്ചെണ്ണ തൂക്കാൻ. അത് കാരണം തണുത്തതിന് ശേഷം ഇത് അടർത്തി എടുക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വിട്ടു പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ തണുത്തതിന് ശേഷം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോരും കേട്ടോ. എപ്പോഴും എണ്ണയോ നെയ്യോ തൂത്തേച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു അബദ്ധം പറ്റിപ്പോയതാട്ടോ. കുഴപ്പമില്ല, അങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം അത് ചെയ്യാത്തതുകൊണ്ട് തണുത്തതിന് ശേഷം ഞങ്ങൾ എടുക്കണേന്ന് മാത്രം, അത്രേ ഉള്ളൂ. അതൊരു മിസ്റ്റേക്ക് വന്നത് ഞാൻ പറഞ്ഞതാട്ടോ. ബാക്കിൽ കുഴപ്പമൊന്നുമില്ല, കാണിച്ചു തരാം. കുഴപ്പമൊന്നുമില്ല. ഞാനത് ഓർത്തതാ. പിന്നെ ഞാൻ വിചാരിച്ച അമ്മ അങ്ങനെ ചെയ്യാറില്ലല്ലോ എന്ന് കരുതി. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ അത് നടക്കുവാൻ വന്നിട്ടുണ്ടോ നോക്കിച്ചു വരാം. അല്ലെങ്കിൽ പല കാര്യങ്ങളാകുമ്പോൾ വിട്ട് തണുത്തൂട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു അബദ്ധം ഞങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് പറ്റിപ്പോയി. എണ്ണ തൂത്തില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. അപ്പോൾ വിഷയമൊന്നുമില്ല. കാണാൻ നല്ല ലുക്കുണ്ട്. നല്ല ലുക്കുണ്ട്, രുചിയുണ്ട്. ഞാൻ ഇച്ചിരി പൊടി അതിലിരുന്ന വായിൽ വെച്ച് നോക്കി.
പൊടിയാണ് നോക്കിയത്. ഈ വൈറ്റ് കളർ വന്നതാ ഭംഗിയായി. അതെനിക്ക് ഒരു ഐഡിയ തോന്നിയതാ. പക്ഷെ തേങ്ങാപ്പാല് ചേർത്ത് കഴിക്കുമ്പോൾ ഒരിക്കലും തേങ്ങ അങ്ങനെ മീതെ ഇടാറില്ല. എല്ലാം തേങ്ങ തന്നെയല്ലേ ചെല്ലണത്. അപ്പൊ പിന്നെ നോക്കട്ടെ, എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കറി ഉണ്ടാക്കാം. സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതേ വയൽ വെച്ച് നോക്കി, ഇതേ രുചിയുണ്ട്. നല്ല നല്ല സ്വാദിഷ്ടമായ റാഗി കൊണ്ടുള്ള ഇടിയപ്പം മമ്മാസ് കിച്ചണിൽ റെഡിയായി. കഴിക്കുന്നത് 4 മണിയായിരിക്കും. ഇപ്പോൾ റെഡിയാക്കി വെച്ചു. അതെ, ഓക്കെ. നേരത്തെ റെഡിയാക്കിയാൽ പിന്നെ കഴിക്കുന്ന സമയത്ത് ഓടി വന്ന് കഴിച്ചാൽ മതിയാവും. തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്താൽ മതി. ഞാൻ പൊടി ഇന്ന് കലർത്തൂല കേട്ടോ, കലക്കി എടുക്കണില്ല. നമുക്ക് കുറെ പൊതിച്ച തേങ്ങ അപ്പൊ പൊതിച്ചു വെച്ചിട്ടുണ്ട്. അത് ചിരണ്ടി നമുക്ക് പിഴിഞ്ഞ് തേങ്ങാപ്പാലെടുക്കാം കേട്ടോ വൈകുന്നേരത്തേക്ക്. ഓക്കെ. നിനക്ക് വലിയ ഇടിയപ്പം, ഞങ്ങൾക്ക് സ്മോൾ ഇടിയപ്പം. അമ്മ ഇച്ചിരി പീസ് കറി കഴിക്കണ്ടോ? ഞാൻ അതിലിരിക്കുന്ന കഴിക്കും ഇപ്പൊ തന്നെ. നീ അപ്പയ്ക്ക് കൊടുക്കാം അല്ലേ? കൊടുത്തേക്ക് വരാം. ഇന്ന് വീണ്ടും ഒരു സ്പെഷ്യൽ ഐറ്റാണ്. അപ്പയുടെ ഫേവറേറ്റ് ഒരു ക്രോപ്പായ റാഗി കൊണ്ടുള്ള ഡിഷ്. ഇതുവരെ ഉണ്ടാക്കാത്ത അത് തന്നെ. ഇത് ഞാനിത് ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടെ അമ്മച്ചി നടുവരുന്നത്. എന്നിട്ട് അതിൻ്റെ പുല്ലെടുത്ത് അതുകൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കും, അത് കുറുക്കും. എന്തൊക്കെ വിക്രിയകളാണ് അതുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ കൈ കണക്കില്ല. പക്ഷെ അതുകൊണ്ട് ആ ടേസ്റ്റ് വളരെ ഫെമിലിയറാണ്, ഹൈലി ഹെൽത്തിയാണ്, വളരെ രുചികരവുമാണത്. ഫൈബർ കൂടുതലാണ്, ഭയങ്കര ഫൈബറാണ് അതിനകത്ത്. അപ്പം ആ പുല്ലിൻ്റെ പൊടി തന്നെ ഉപയോഗിച്ചാണ് ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ വയലറ്റ് കളറിൽ ഉള്ള ആ ഇടിയപ്പം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, അതീവ രുചികരവുമാണ്. ഞാൻ ഇന്നലെ ഒരെണ്ണം കഴിച്ചു നോക്കി. അപ്പം അമ്മയുടെ ഈ സ്പെഷ്യൽ വെജിറ്റബിൾ കറിയാണ്. അപ്പം അതും വളരെ നല്ല ഒരു കോമ്പിനേഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ടേസ്റ്റിയാണ്. നല്ല കോമ്പിനേഷനാണെന്ന് മാത്രമല്ല, ഇത് നല്ല സോഫ്റ്റുമാണ്. ഇതിനൊട്ടും സ്റ്റിഫ്നെസ് ഇല്ല. അപ്പോൾ അത് കഴിക്കാനായിട്ട് വളരെ ആസ്വാദികരമാണത്. എല്ലാവർക്കും അത് പരീക്ഷിക്കാൻ. നമുക്ക് കടയിൽ അത് വാങ്ങാൻ കിട്ടുന്നതാണ് അതിൻ്റെ പൊടി. അത് നൈസായിട്ടുള്ള പൊടിയാണ്ട്. ഇതിൻ്റെ തന്നെ പുട്ടുണ്ട്, പുട്ടുപൊടി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം എന്നൊക്കെ ആ പുട്ടുപൊടി മേടിച്ചൊന്ന് പുട്ടുണ്ടാക്കാറ്. നമ്മളൊരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട് റാഗി പുട്ട്. വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മള്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കറിയാണിത്. നെസ്റ്റു കറി, കോലഞ്ചേരി ബ്രീസ് ഹോട്ടലിലെ ഗ്രീൻ പീസ് മുട്ടക്കറി. ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അതൊക്കെ അമൃതമായിരുന്നു. വീക്കെൻഡിലേ വിളിക്കും. സന്ധ്യ ആയതുകൊണ്ട് ബോയൊക്കെ പോയി. ഇനിയിപ്പം നേരം വളർത്താലേ നോർമലാവും. ഇനി നമുക്ക് കറി കൂട്ടി കഴിക്കാം. കറി ഉഗ്രനാട്ടോ.